പട്ടാമ്പി ടൗണിൽ റെയിൽവേ സ്റ്റേഷൻ റോഡ് പരിസരത്ത് പ്രവർത്തിക്കുന്ന ആരാധന ജ്വല്ലറിയിലാണ് കഴിഞ്ഞ ദിവസം മോഷണം നടന്നത്. 8 പവനോളം സ്വർണ്ണാഭരണവും പണവുമാണ് ഇവിടെ നിന്നും മോഷ്ടാക്കൾ അപഹരിച്ചത്. ഈ കേസിലെ പ്രതികളെയാണ് പട്ടാമ്പി പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശി ബിനു, ചങ്കരംകുളം നന്നമുക്ക് സ്വദേശി റഫീഖ് എന്നിവരെയാണ് പിടിയിലായത്. ഈ മാസം 25-നായിരുന്നു മോഷണം. ആരാധന ജ്വല്ലറിയുടെ പൂട്ട് തകർത്ത് ഗ്ലാസ് അടിച്ചു പൊളിച്ചായിരുന്നു മോഷ്ടാക്കൾ അകത്ത് കയറിയത്. ഡിസ്പ്ലേ സൂക്ഷിച്ചിരുന്ന 8 പവനോളം സ്വർണ്ണാഭരണവും പണവുമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത്. തുടർന്ന് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. നിരീക്ഷണ ക്യാമറകളും ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലും കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തി. ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. ഇതിനിടെ പ്രതികളിൽ ഒരാൾ രൂപമാറ്റം വരുത്തിയാണ് സഞ്ചരിച്ചിരുന്നത്. ഇരുവരും സംഭവത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് കടക്കുകയും ചെയ്തു. പോലീസിന് ലഭിച്ച കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ വലയിൽ വീണത്. മോഷ്ടിച്ച ആഭരണങ്ങൾ പാലക്കാടും തിരുവനന്തപുരത്തെയും കടകളിൽ പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പട്ടാമ്പി CI അൻഷാദ്, SI ഉദയകുമാർ, ASIമാരായ അബ്ദുൾ റഷീദ്, ബിജു, സ്ക്വാഡ് അംഗങ്ങളായ മിജേഷ്, റിയാസ്, സജിത്, സൻഫീർ, കമൽ, സജിത്, നൌഷാദ് ഖാൻ, സന്ദീപ്, മുരുകൻ, പ്രശാന്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്.